സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള ലോകത്തെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ. 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ദൗത്യമാണ് ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യൻ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകുകയാണ് സ്പേഡെക്സ് ദൗത്യം. കഴിഞ്ഞ മാസം 30-നാണ് സ്പേഡെക്സ് ദൗത്യവുമായി PSLV C-60 റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ബഹിരാകാശത്ത് ISROയുടെ ഡോക്കിംഗ് കഴിവ് പ്രകടിപ്പിക്കുന്ന ദൗത്യവുമായാണ് ഈ വിക്ഷേപണം. ഇതിനായി ചേസർ എന്നും ടാർഗറ്റ് എന്നും വിശേഷിപ്പിക്കാവുന്ന 2 ഉപഗ്രഹങ്ങളെ വിജയകരമായി 475 കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ PSLV C-60 റോക്കറ്റ് എത്തിച്ചു. മണിക്കൂറിൽ 28,800 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 10 മുതൽ 20 കിലോമീറ്റർ വരെയായിരുന്നു. ഈ വേഗതയിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് അവയുടെ സ്ഥാനങ്ങൾ പരസ്പരം കൃത്യമായി ഏകോപിപ്പിച്ച് കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് ഡോക്കിംഗ്. പ്രക്രിയയുടെ ഭാഗമായി ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം ക്രമേണ 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 225 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ കുറച്ച് അവയുടെ ആപേക്ഷിക വേഗത മണിക്കൂറിൽ 0.36 കിലോമീറ്റർ ആക്കി. ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണിത്. കണക്കുകൂട്ടലുകളിലെ ഏറ്റവും ചെറിയ പിഴ പോലും കൂട്ടിയിടിയിൽ കലാശിക്കാനും 2 ഉപഗ്രഹങ്ങളും തകരാനുമുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ISROയുടേത് ചരിത്ര നേട്ടം തന്നെയാണ്. വളരെ സൂക്ഷ്മവും അവിശ്വസനീയമായ വിധം സങ്കീർണവുമായ ഡോക്കിംഗ് പ്രക്രിയ നൂതന സെൻസറുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും സഹായത്തോടെയാണ് വിശകലനം ചെയ്യുന്നത്. ബഹിരാകാശത്തിന്റെ വിശാലതയിൽ ഈ 2 ഉപഗ്രഹങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ഉപഗ്രഹങ്ങൾ വൈദ്യുതോർജ്ജവും കൈമാറും. ഈ ദൗത്യത്തിന്റെ വിജയത്തോടെ റഷ്യയ്ക്കും US-നും ചൈനയ്ക്കും ശേഷം സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.